പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൃതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ കൃതിയെപ്പറ്റി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ലക്ഷ്മി സമേതനായ വിഷ്ണുവാണ് ശ്രീവാസുദേവൻ. ശ്രീയും വാസുദേവനും കൂടെ യോജിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് നമ്മൾ ശ്രീവാസുദേവൻ ഒന്നിച്ച് തന്നെ ഉച്ചരിക്കുകയും ചെയ്യണം. ശ്രീവാസുദേവൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ രണ്ടായിട്ട് ഇഴപിരിക്കാതെ തന്നെ ശ്രീവാസുദേവൻ എന്ന് തന്നെ ഉച്ചരിച്ച് വേണം ഈ പദത്തെ മനസ്സിലാക്കേണ്ടത്. ശ്രീയോടുകൂടിയ വാസുദേവൻ എന്നാണ്. അപ്പോൾ ഈ സമ്പത്തിൻ്റെയും ഐശ്വര്യങ്ങളുടെയും എല്ലാം അധിഷ്ഠാന ദേവതയായ ലക്ഷ്മി വിഷ്ണുവിൻ്റെ പൂരകശക്തിയായി സദാ വർത്തിക്കുന്നതായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. നിരാകാരമൂർത്തിയായ ആദിപരാശക്തിയുടെ ത്രിഗുണാത്മിക ഭാവസ്വരൂപിണിമാരിലൊരാളാണ് ലക്ഷ്മി. സരസ്വതിയും പാർവതിയുമാണ് മറ്റ് രണ്ടുപേർ. വിശ്വം മുഴുവൻ അതീശശക്തിയായി വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനെയാണ് ലക്ഷ്മീകാന്തനായ വിഷ്ണുവായി ഭാവന ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള വിഷ്ണുവിനെ അഥവാ ശ്രീവാസുദേവനെ സ്തുതിക്കുന്ന ധ്യാനമന്ത്ര സ്വഭാവങ്ങളോടുകൂടിയ 8 ശ്ലോകങ്ങളടങ്ങുന്ന കൃതിയാണ് ശ്രീനാരായണ ഗുരുവിനാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതി. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ്റെ പര്യായം എന്ന നിലയിലാണ് വാസുദേവൻ എന്ന പദം സാധാരണയായി പ്രയോഗിക്കപ്പെട്ടു പോരുന്നത്. യാദവ കുലജാതനായ വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് കൃഷ്ണന് വാസുദേവൻ എന്ന നാമം സിദ്ധിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതിയിൽ വിഷ്ണു പര്യായമായിട്ടാണ് വാസുദേവൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. ശ്രീയോടുകൂടിയ വാസുദേവൻ, അത് അർദ്ധനാരീശ്വര സങ്കല്പം പോലെ മനസ്സിലാക്കേണ്ടതാണ്. വാസു എന്ന പദത്തിന് ധനം, വൃദ്ധി, സൂര്യൻ, രശ്മി, ജലം, അഗ്നി തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഇപ്പറഞ്ഞവയുടെ എല്ലാം ഗുണസംഗ്രഹമാണ് ശ്രീവാസുദേവനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. സ്ഥിതിപാലന ധർമ്മനിർവഹണമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ സർവമഹത്വങ്ങളുടെയും ആകത്തുക ശ്രീവാസുദേവനിൽ ഗുരു ദർശിച്ചു. ശ്രീകൃഷ്ണ വർണ്ണനകളാണ് ഈ കൃതിയിൽ നടത്തിയിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും വരികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തമമായൊരു വിഷ്ണു സ്തോത്രം തന്നെയാണിതെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. കൃഷ്ണപര്യായങ്ങളിലെ ഗൂഢാർത്ഥങ്ങൾ ആഴത്തിൽ മനനം ചെയ്ത് വൈഷ്ണവ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന കാവ്യധർമ്മമാണ് ഈ കൃതിയിൽ പ്രയോഗവൽക്കരിച്ചിരിക്കുന്നത്. ഈ കൃതിയിലെ 8 ശ്ലോകങ്ങളും ശ്രീഭൂപതേ ഹരഹരേ സകലാമയമ്മേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഉപസംഹരിച്ചിരിക്കുന്നത്. ലക്ഷ്മി സമേതനായ ഭൂപതേ, എൻ്റെ സർവ ആമയങ്ങളും, അതായത് എൻ്റെ സർവ ദുഃഖങ്ങളും നശിപ്പിക്കുമാറാകണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ വാച്യാർത്ഥം. ഭൂപതി എന്ന പദത്തിനിവിടെ ഭൂമിയുടെ അധിപൻ എന്ന അർത്ഥമല്ല കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഭവിക്കപ്പെട്ടിട്ടുള്ള സർവ്വതിൻ്റെയും പതിയായി വിഷ്ണുവിനെ ഭാവന ചെയ്തിരിക്കുന്നു. ഭൂപതി എന്ന വിശേഷണത്തിനിവിടെ വിശ്വപതി എന്ന അർത്ഥകൽപ്പനയാണ് നടത്തപ്പെട്ടിരിക്കുന്നത്. ശ്രീസമേതനായ വിഷ്ണു, അതായത് ലക്ഷ്മി സമേതനായ വിഷ്ണു വിശ്വാധിപതിയായി സ്ഥൈതിക പാലനധർമ്മം നിർവഹിക്കുന്നു എന്നും അങ്ങനെയുള്ള ശ്രീവാസുദേവനായ ഭഗവാന്റെ കാരുണ്യത്താൽ സർവദുഃഖശാന്തി ഭവിക്കുമാറാകണമേ എന്നുമാണ് ഈ കൃതിയിലൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്.
ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ശ്രീവാസുദേവാഷ്ടകത്തിൻ്റെ ആലാപന മാതൃകകളിൽ ഒരു മാതൃക കൂടി അവതരിപ്പിക്കുന്നു. ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദഗീഭയ നിവാരണ ചക്രപാണേ ശ്രീവത്സ വത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ ഗോവിന്ദ ഗോപസുത ഗോഗണപാലലോല ഗോപീജനാംഗ കമനീയ നിജാംഗസംഗ ഗോദേവി വല്ലഭ മഹേശ്വര മുഗ്ധവന്ദ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ നീരാളികേശഭരിഭൂഷിത ബർഹിബർഹ കാളാംബുദ്യുതികളായ കളേബരാഭ വീരസ്വഭക്തജനവത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ ആനന്ദരൂപജനഗാനകപൂർവദുന്ദുഭ്യാനന്ദസാഗര സുധാകര സൗകുമാര്യ മാനാപമാനസമമാനസ രാജഹംസ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ മഞ്ജീരമഞ്ജുമണിശിഞ്ചിതപാദപത്മ കഞ്ചായദാക്ഷകരുണാകര കഞ്ചനാഭ സഞ്ജീവനൗഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ കംസാസുരദ്വിരതകേസരി വീര ഘോരവൈരാഗരാമയ വിരോധക രാജശൗരേ ഹംസാതിരമ്യ സരസീരുഹ പാദമൂല ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ സംസാര സങ്കട വിസങ്കട കങ്കടായ സർവാർത്ഥദായ സദയായ സനാതനായ സച്ചിന്മയായ ഭവതേ സതതം നമോസ്തു ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ ഭക്തപ്രിയായ ഭവശോകവിനാശനായ മുക്തിപ്രദായ മുനിവൃന്ദനിഷേവിതായ നക്തം ദിവം ഭഗവതേ നദിരസ്മദീയ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. ഈ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.